അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് കോഴിക്കോട് DMO ഡോക്ടർ കെ രാജാറാം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുന്നു. നമ്മൾ ആരോഗ്യവകുപ്പ് സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്ന രോഗമാണ് ഈ അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് തലച്ചോറിനെയും അതിൻ്റെ ആവരണങ്ങളെയും ബാധിക്കുന്ന അണുബാധ. അത് പെട്ടെന്നുണ്ടാകുന്ന തരത്തിലുള്ളത് ഉണ്ടോ എന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നിപ്പ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ രംഗത്ത് ഇത് പുതിയ രോഗം വന്നിരിക്കുന്നത് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ആണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ പനി, കടുത്ത തലവേദന, അതിൻ്റെ ഒപ്പം ഓക്കാനവും ഛർദിയും, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്നു എന്ന് തോന്നിക്കുന്ന ലക്ഷണങ്ങൾ തുടങ്ങുന്നത് ആദ്യം ഒരു ബോധത്തിൻ്റെ നിലവാരത്തിൽ ഒരു ഇടർച്ചയാണ്. അതായത് സമയം, സ്ഥലം ഏതാണ് രോഗിയെ ഓർമ്മിക്കാതിരിക്കുക, ഓർമ്മക്കുറവ് പോലെ കാണിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണം ടാപ്പ് ഇടയ്ക്കിടെ തുറന്നുവിടുക, അങ്ങനെ എന്തെങ്കിലും പെരുമാറ്റത്തിലെ വ്യതിയാനം. തുടർന്ന് കൂടുതലാകുമ്പോൾ ഓസ്മാരം, പിന്നെ ബോധം ഇല്ലാത്ത അവസ്ഥ ഇതിലേക്കൊക്കെ പോകുന്നതാണ്. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുങ്ങിക്കുളിക്കൽ പരമാവധി ഒഴിവാക്കുക. അതായത് കുളങ്ങളിൽ നിന്നാണ്, മലിനമായ കുളങ്ങളിൽ നിന്നാണ് സാധാരണ മൂക്ക് വഴിക്ക് രോഗിക്ക് അണുബാധ കിട്ടുന്നത്. ഇപ്പം പക്ഷേ ചില കിണർ വെള്ളത്തിലും ഇത് കാണുന്നുണ്ട്, ബാക്ടീരിയ, ഈ അമീബ, രോഗകാരണമായിട്ടുള്ള അമീബ ചില കിണർ വെള്ളത്തിൽ കാണുന്നുണ്ട്. വേറെ പരിഭ്രമിക്കാനുള്ള അത്ര സാധാരണയായി കാണുന്ന രോഗമല്ല. നിപ്പ പോലെ അപൂർവമായിട്ടുള്ള രോഗമാണ്. എന്നാലും ഈ ശ്രദ്ധ നല്ലതാണെന്ന് തോന്നുന്നു.